സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദാഹരണം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടപെടാൻ നോക്കിയത്. ഈ ലോസ് ആഞ്ചലസിൽ പോയയാൾ ഒരു പെൻഷൻ വാങ്ങുന്ന അമ്മയുടെ മകൻ, അവരെ ആ മകൻ്റെ സംരക്ഷണത്തിലായിരിക്കില്ല, ഇവിടെ തന്നെ കഴിയുന്നതായിരിക്കും. പക്ഷേ മകൻ അവിടെ കഴിയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു. അതൊരു അയോഗ്യതയായിട്ട് കണക്കാക്കുന്നത് ശരിയാവുമോ എന്നൊരു സംശയം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. നല്ല വരുമാനമുള്ള ഒരു കുടുംബത്തിലെ ആൾക്ക് കിട്ടുമ്പോൾ തീരെ വരുമാനം ഇല്ലാത്ത ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കിട്ടാതെ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, നിശ്ചയിച്ച സമയത്ത്, സർക്കാർ നിശ്ചയിച്ച സമയത്ത് അർഹരായി ആയിരിക്കും. പിന്നീട് അവരുടെ സാമ്പത്തിക നിലയിൽ മാറ്റം വരുത്തുകയും വീടിന് വരുമാനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പം തന്നെ വെച്ചിരിക്കുന്ന കണ്ടീഷനിൽ AC വയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. വ്യാപകമായ പരാതിയുണ്ട് അതിനെ സംബന്ധിച്ച്. കാരണം ഇപ്പോൾ രോഗിയായ ഒരാൾ, പ്രായമുള്ള ഒരാൾ ആ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഈ കടുത്ത ചൂടിനെ അവഗണിക്കാൻ വേണ്ടി ചിലപ്പോൾ മക്കളോ ആരെങ്കിലും ഒരു AC വെച്ച് കൊടുത്തതാണ്. പരാതിയുണ്ട്, അത് നമ്മൾ പരിശോധിക്കാം. അപ്പോൾ ആ AC ഉള്ളത് കൊണ്ട് മാത്രം പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ മക്കൾ വിദേശത്ത് വലിയ വരുമാനം ഉണ്ടാകുന്ന ജോലി ചെയ്യുന്നു, ആ ഒരു വരുമാനം അവർക്ക് അയച്ചു കൊടുക്കുന്നു. ആ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇവർക്കുള്ള ചെലവിന് വേണ്ടി അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അവരുടെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ആരെയും ഇതിൻ്റെ അതൊന്നും ഒഴിവാക്കാനല്ല. നമുക്ക് ഈ അർഹരായ ആളുകൾ വരുമ്പോൾ ഇതിൻ്റെ നമ്പർ കൂടുകയും അർഹരായ ആളുകൾക്ക് അതിൻ്റെ അകത്ത് എൻട്രി കിട്ടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് സമയാസമയങ്ങളിൽ ഇതൊരു പരിശോധന നടത്തി പുറത്ത് നിൽക്കുന്ന അർഹരായ ആളുകളെ അകത്ത് കയറ്റാനും അനർഹരായ ആളുകളെ പുറത്ത് കളയാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വേണം. അതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് മനസ്സിലായി തീർച്ചയായിട്ടും. അതുകൊണ്ട് മക്കൾ വിദേശത്താണെങ്കിലും മക്കളെ ചിലപ്പോൾ സഹായിക്കണമെന്നില്ല. ഇപ്പോൾ ചില അമ്മമാർ പറയാറുണ്ട്, 2 മക്കളുണ്ട്, 2 മക്കളുണ്ട്, മൂത്തയാൾക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സഹായിക്കില്ല, അയാൾക്ക് നിവൃത്തിയില്ല സഹായിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ആൾക്ക് സഹായിക്കാനുള്ള സംവിധാനമുണ്ട്, പക്ഷെ അയാൾ സഹായിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കുടുംബങ്ങളുമുണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അങ്ങ് പറഞ്ഞത് ഗൗരവമായിട്ട് തന്നെ എടുക്കുന്നു. ശ്രീ P.K. ഫിറോസ്.